കുന്നംകുളം സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസുമായി ഉണ്ടായ ഉന്തിലും തള്ളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകർ സ്റ്റേഷൻ വളപ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് നേരിയ സംഘർഷത്തിന് ഇടവരുത്തിയത്. കുന്നംകുളം സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംസ്ഥാനത്താകെ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് പോലീസ് പ്രതിരോധിച്ചതോടെ നേരിയ സംഘർഷാവസ്ഥ രൂപം കൊണ്ടു. തുടർന്നുണ്ടായ ബലപ്രയോഗത്തിലും ഉന്തിലും തള്ളിലും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക് സംഭവിച്ചു. സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിൽ ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കയറ്റിവെച്ച് 4 പോലീസുകാരുടെ പോലീസ് സബ് ഇൻസ്പെക്ടറും 3 പോലീസുകാരും കൂടി നികൃഷ്ടമായി മർദ്ദിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് കേരളം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഒരു നാട്ടിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു കാര്യം, ഇവിടെ സർസിപിയുടെ കാലത്ത് രാജഭരണകാലത്തില്ലാത്ത ഒരു കാര്യം. പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലോക്കപ്പ് മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രം സ്റ്റേഷൻ വളപ്പിൽ പതിപ്പിച്ചു. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധ മാർച്ചിലും യോഗത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.